Good morning students, welcome to our GS class. Today we are going to study class 4 GS, the remaining part of our chapter 6, that is adaptation in animals. Adaptation in animals നമ്മൾ chapter ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ terrestrial animals അല്ലേ? What are terrestrial animals? Animals that live on land are called terrestrial animals. അതായത് കരയിൽ വളരുന്ന ആനിമൽസിന്റെ അഡാപ്റ്റേഷൻസിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡാപ്റ്റേഷൻസ് ഇൻ അക്വാട്ടിക് ആനിമൽസ്. അക്വാട്ടിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആനിമൽസ് live in water. Animals live in water are called aquatic animals. അതായത് വെള്ളത്തിൽ വളരുന്ന ആനിമൽസിനെയാണ് അല്ലെങ്കിൽ ജലത്തിൽ വളരുന്ന ആനിമൽസിനെ നമ്മൾ പറയുന്ന പേരാണ് അക്വാട്ടിക് ആനിമൽസ്. ഓക്കെ, ആനിമൽസ് live in water. Okay, animals live in water are called aquatic animals. Okay, animals live in water are called aquatic animals. These animals have following adaptations. അതായത് അക്വാട്ടിക് ആനിമൽസിനും കുറച്ച് അഡാപ്റ്റേഷൻസ് ഉണ്ട്. അതായത് അതായത് വാട്ടറിൽ അതിന് ജീവിക്കാനായിട്ടുള്ള ബോഡി ഫീച്ചേഴ്സ് ഉണ്ട്. അതിനാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. Can you see this? Fish have gills through which they breathe. അതായത് ഫിഷിന് എന്തുണ്ട്? ഗിൽസ് ഉണ്ട് അല്ലേ? ഗിൽസിലൂടെയാണ് ഫിഷ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ഫിഷ് ഹാവ് ഗിൽസ് ത്രൂ വിച്ച് ദേ ബ്രീത്ത്. ഫിഷ് ബ്രീത്ത് ചെയ്യുന്ന ഇതിലെയാണ്? ഗിൽസിലൂടെയാണ്. ഫിഷ് ഹാവ് ഫിൻസ് ദാറ്റ് ഹെൽപ്പ് ദം ഇൻ സ്വിമ്മിങ്. ഓക്കെ, അതായത് ഫിഷിന് ഫിൻസ് ഉണ്ട്, ചിറകുകളുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഡക്സ് ഹാവ് വെബ്ഡ് ഫീറ്റ്. ഡക്സിന് വെബ്ഡ് ഫീറ്റ് ഉണ്ട്. അതായത് നമുക്കറിയാം അതിൻ്റെ ഫീറ്റ് അല്ലേ? ഡക്സിൻ്റെ ഫീറ്റ് ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ ടോസ് ജോയിൻ ചെയ്തായിരിക്കുന്നത് അല്ലേ? അതിന് പറയുന്ന പേരാണ് വെബ്ഡ് ഫീറ്റ്. അതുപയോഗിച്ചാണ് അത് വാട്ടറിൽ സ്വിം ചെയ്യുന്നത്. വൈൽ ടർട്ടിൽസ്, വെയിൽസ് ആൻഡ് ഡോൾഫിൻസ് ഹാവ് ഫ്ലിപ്പേഴ്സ് ദാറ്റ് വർക്ക് ലൈക്ക് എ ഓർസ്. അതായത് ടർട്ടിൽസ്, വെയിൽസ്, ഡോൾഫിൻസ് ഇതിന് എന്താണുള്ളത്? ഫ്ലിപ്പേഴ്സ് ഉണ്ട് അല്ലേ? ഫ്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അതിനെ സ്വിം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് ഡോൾഫിൻസിൻ്റെയും അതുപോലെ ടർട്ടിൽസിൻ്റെയും വെയിൽസിൻ്റെയൊക്കെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ബോഡി പാർട്ടാണ് ഫ്ലിപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, the body of aquatic animals such as fish and sea snake is covered with scales. അതായത് ഫിഷിൻ്റെയും സ്നേക്സിൻ്റെ ഒക്കെ ബോഡിയിൽ എന്തുണ്ട്? സ്കെയിൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. വിച്ച് മേക്ക് ദ ബോഡി സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി. അതായത് സ്നേക്കിൻ്റെ ബോഡി കണ്ടാൽ അറിയാം എങ്ങനെയാണ്? ഒരു സ്ലിപ്പറി പോലെയാണ് അല്ലേ? കാരണം എന്താ? അതിൻ്റെ ശരീരത്തിൽ സ്കെയിൽസ് ഉണ്ട്. ഓക്കെ, സ്കെയിൽസ് ഹെൽപ്പ് ദ ആനിമൽ ടു എസ്കേപ്പ് ഫ്രം എനിമീസ്. അതിൻ്റെ ശരീരത്തിലെ സ്കെയിൽസ് ഉപയോഗിച്ചാണ് അത് മൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ എനിമീസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ സ്കെയിൽസ് സഹായിക്കുന്നു. സ്കെയിൽസ് ഓൾസോ പ്രൊട്ടക്ട് ദ സോഫ്റ്റ് ഇൻറ്റേർണൽ ഓർഗൻസ് ഇൻ ദ ബോഡി. ഇൻറ്റേർണൽ ഓർഗൻസ് ഓഫ് ദ ബോഡി, ശരീരത്തിനുള്ളിലെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും സ്നേക്സിൻ്റെ സ്കെയിൽസ് ഹെൽപ്പ് ചെയ്യുന്നു. Okay, so these are the adaptations in aquatic animals. Okay, നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫിഷിന് ബ്രീത്ത് ചെയ്യാനായിട്ട് ഗിൽസ് ഉണ്ട്, അതുപോലെ സ്വിം ചെയ്യാനായിട്ട് ഫിൻസ് ഉണ്ട് അല്ലേ? പിന്നെ ഡക്സിന് വെബ്ഡ് ഫീറ്റ് ഉണ്ട്, അതുപോലെ ടർട്ടിൽസ്, വെയിൽസ്, ഡോൾഫിൻസ് ഇതിനെല്ലാം ഫ്ലിപ്പേഴ്സ് ഉണ്ട്. പിന്നെ സ്നേക്സിന് എന്താ ഉള്ളത്? സ്കെയിൽസ് ഉണ്ട് അല്ലേ? സോ ഇതെല്ലാം അതിൻ്റെ ബോഡി ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ആണ് അല്ലേ? വാട്ടറിൽ ജീവിക്കാനായിട്ടുള്ള അഡാപ്റ്റേഷൻസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആംഫീബിയൻസ്. ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഫീബിയൻസ് ആർ ആനിമൽസ് സച്ച് ആസ് ഫ്രോഗ്സ് ആൻഡ് ടോഡ്സ്. ഓക്കെ, ദാറ്റ് ലീവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെ നമ്മൾ പറയുന്ന പേരാണ് ആംഫീബിയൻസ്. ആംഫീബിയൻസിന് എക്സാമ്പിളാണ് ഫ്രോഗ്സ് ആൻഡ്
toads. Okay, frogs and toads are the examples for amphibians. Example ചോദിക്കും, what are amphibians? Amphibians എന്ന് പറഞ്ഞാൽ എന്താണ്? Animals such as frogs and toads, അല്ലെങ്കിൽ animals that live on both land and in water are called amphibians. Okay, amphibiansൻ്റെ adaptations എന്തൊക്കെയാണെന്ന് നോക്കാം. The skin of the amphibian is thin and moist, which allows them to breathe through the skin when in water. അതായത് നിങ്ങൾ ഫ്രോഗ്സിനെ കണ്ടിട്ടില്ലേ? ഫ്രോഗിൻ്റെ സ്കിൻ എങ്ങനെയാണ്? മോയിസ്റ്റ് സ്കിന്നാണ് അല്ലേ, ഒരു വഴുവഴുപ്പുള്ള സ്കിന്നാണ്. കാരണം എന്താണ്? ഇത് അതായത് വാട്ടറിലായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്കിന്നിലൂടെയാണ് ബ്രീത്ത് ചെയ്യുന്നത്. ഓക്കെ, the animals when on land breathe air with the help of their lungs. അതായത് ഫ്രോഗ് കരയിലായിരിക്കുന്ന അല്ലെങ്കിൽ ലാൻഡിൽ ഉള്ള സമയത്ത് അത് ലങ്സിലൂടെ ബ്രീത്ത് ചെയ്യുന്നു. അപ്പോൾ ഫ്രോഗ്സിന് രണ്ട് രീതിയിലാണ് ബ്രീത്തിങ് നടക്കുന്നത്. വാട്ടറിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ മോയിസ്റ്റ് സ്കിന്നിലൂടെയും ലാൻഡിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ ലങ്സിലൂടെയുമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? The front legs of these animals are short and hind legs are strong and powerful. This helps them to hoop great distance. The webbed toes help them in swimming. അതായത് ഇതിൻ്റെ ഫ്രണ്ടിലെ ഈ ഫ്രോഗിൻ്റെ ഫ്രണ്ട് ലെഗ്സ്, മുൻവശത്തെ കാലുകളെന്ന് പറയുന്നത് ഷോർട്ടാണ്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഹൈൻഡ് ലെഗ്സ് എന്ന് പറയുന്നത് ഹൈൻഡ് ലെഗ്സ് സ്ട്രോങ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ലോങ് ഡിസ്റ്റൻസ് ഇതിന് ജമ്പ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ടോസ് നോക്കി, വിരലുകൾ നോക്കി, വെബ്ഡ് ടോസ് ആണ്. അതായത് സ്കിൻ വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിൻ്റെ ടോസ്, വിരലുകൾ. അതുകൊണ്ട് ഇതിന് സ്വിം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ മൗത്ത് ഈസ് ലാർജ് ആൻഡ് ബ്രോഡ് ആൻഡ് ദ ടങ് ഈസ് ലോങ് ആൻഡ് സ്റ്റിക്കി. ഇതിൻ്റെ മൗത്ത് എന്ന് പറയുന്നത് മൗത്ത് ഈസ് ലാർജ്, വലുതാണ്. അതുപോലെ ഇതിൻ്റെ ടങ്ക്, നല്ല നീളമുള്ള നാക്കാണ് ഫ്രോഗ്സിനുള്ളത്. അതുപോലെ സ്റ്റിക്കിയാണ് എന്ന് പറഞ്ഞാൽ പശയുള്ള ടങ്കാണ് ഇതിനുള്ളത്. അതുകൊണ്ട് ഇതിനെ ഇൻസെക്റ്റിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ദിസ് ഹെൽപ്പ് ദ ആനിമൽസ് ടു ക്യാച്ച് ദെയർ ഫുഡ്, മോസ്റ്റ്ലി ഇൻസെക്റ്റ് ഈസിലി. ഇൻസെക്റ്റിനെ ക്യാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റിക്കി ടങ്കാണ്. ഓക്കെ, നെക്സ്റ്റ്, ഫ്രോഗ്സ് ക്യാൻ റിമെയിൻ ഇൻ വാട്ടർ വിത്ത് ഓൺലി ദെയർ heads exposed because their eyes are present on the top of the head. അതായത് നമുക്കറിയാം, ഇത് വാട്ടറിലായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ തല കുറച്ച് പൊങ്ങിയായിരിക്കുന്നത്. കാരണം എന്താണ്? ഇതിൻ്റെ കണ്ണുകൾ അതിൻ്റെ ഹെഡിൻ്റെ ടോപ്പിലാണുള്ളത്. ദ ഐസ് ആർ ഡിസൈൻഡ് ടു സീ അണ്ടർ വാട്ടർ. ഓക്കെ, ആസ് വെൽ. അതായത് ഇതിൻ്റെ ഹെഡിൻ്റെ ടോപ്പിലാണ് ഇതിൻ്റെ ഐസ് എങ്കിലും അതിന് അണ്ടർ വാട്ടറിലുള്ള വസ്തുക്കളെയും കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അർബോറിയൽ ആനിമൽസ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ? അക്വാട്ടിക് ആനിമൽസ്. അക്വാട്ടിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ ആനിമൽസ് ലീവ് ഇൻ വാട്ടർ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ആംഫീബിയൻസ്. ആംഫീബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആനിമൽസ് ദാറ്റ് ലീവ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. അതായത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ആനിമൽസിനെ പറയുന്ന പേരാണ് ആംഫീബിയൻസ്. എക്സാമ്പിൾസ് ഫ്രോഗ്സും ടോഡ്സും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അർബോറിയൽ ആനിമൽസിനെ കുറിച്ചാണ്. നോക്കിയേ, ലാൻഡ് ആനിമൽസ് ദാറ്റ് ലീവ് ഓൺ ട്രീസ്. The land animals that live on trees are called arboreal animals. അതായത് മരത്തിൽ വളരുന്ന ജീവികളെ, ലാൻഡ് ആനിമൽസിനെ വിളിക്കുന്ന പേരാണ് അർബോറിയൽ ആനിമൽസ്. എക്സാമ്പിൾസ് സ്ക്യൂറൽസ്, മങ്കീസ്, കോള, ബിയേഴ്സ്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ അർബോറിയൽ ആനിമൽസ്. ലാൻഡ് ആനിമൽസ് ദാറ്റ് ലീവ് ഓൺ ട്രീസ്, അതായത് കരയിലുള്ള ജീവികളാണ്. അതെവിടെയാണ് കാണപ്പെടുന്നത്? ട്രീസിലാണ് അവ ജീവിക്കുന്നത്. എക്സാമ്പിൾ സ്ക്യൂറൽസ്, മങ്കീസ്, അതുപോലെ കോള, ബിയേഴ്സ്. ഇതെല്ലാം അർബോറിയൽ ആനിമൽസ് ആണ്. കാരണം അവ ജീവിക്കുന്നത് ട്രീസിലാണ്. ലാൻഡ് ആനിമൽസ് ആണ്, പക്ഷെ ജീവിക്കുന്നത് ട്രീസിലാണ്. ഓക്കെ,
ദ അഡാപ്റ്റേഷൻസ് ആർ ഫോളോസ്. അതായത് ഇവയുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അർബോറിയൽ ആനിമൽസിൻ്റെ മോസ്റ്റ് ഓഫ് ദ അർബോറിയൽ ആനിമൽസ് ഹാവ് ലോങ് ലെഗ്സ് ദാറ്റ് ഹെൽപ്പ് ദം ഇൻ സ്വിംഗിങ് ഫ്രം branch to branch. Some animals have long tails that act as an extra leg and help them in grasping branches. അതായത് അർബോറിയൽ ആനിമൽസ് അല്ലേ, മങ്കീസിൻ്റെയൊക്കെ എങ്ങനെയുള്ള ലെഗ്സാണ്, നല്ല ലോങ് ലെഗ്സാണ്, നീളമുള്ള ലെഗ്സാണ് അവയ്ക്കുള്ളത്. അതുപോലെ തന്നെ ഈ നീളമുള്ള ലെഗ്സ്, അതുപോലെ ടെയില്, വാലിന് നല്ല നീളമുണ്ട്. അതുകൊണ്ട് തന്നെ മരത്തിൻ്റെയൊക്കെ ബ്രാഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് സ്വിങ് ചെയ്യാനായിട്ട്, അതായത് ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് സഹായിക്കും. ഓക്കെ. ലോങ് ടെയിൽ ദാറ്റ് ആക്ട് ആസ് ആൻ എക്സ്ട്രാ ലെഗ്. അതായത് ഇതിൻ്റെ നീളമുള്ള ടെയില്, നീളമുള്ള വാല് ഒരു കാല് പോലെയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ബ്രാഞ്ചിലൊക്കെ ഇങ്ങനെ ഗ്രാസ്പ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ ടെയിലാണ്. ഓക്കെ. അർബോറിയൽ ആനിമൽസ് ഹാവ് സ്പെഷ്യൽ ഫീറ്റ് ആൻഡ് ക്ലോസ് ടു ഗെറ്റ് എ ഗുഡ് ഗ്രിപ്പ് ഓൺ ദ ബ്രാഞ്ചസ്. അതായത് അർബോറിയൽ ആനിമൽസിൻ്റെ സ്പെഷ്യൽ ഫീറ്റ്, അതിൻ്റെ കാൽപാദങ്ങൾക്ക് തന്നെ നല്ല ബലമുണ്ട്. അതുപോലെ ക്ലോസ്, നല്ല കട്ടിയുള്ള നഖങ്ങളാണ് ഉള്ളത്. ഓക്കെ. സോ ദീസ് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് അർബോറിയൽ ആനിമൽസ്. നെക്സ്റ്റ് ഏരിയൽ ആനിമൽസ്. ഏരിയൽ ആനിമൽസ് എന്ന് പറഞ്ഞാൽ, can you see this? Animals that fly and spend a long part of their lives in air are called ഏരിയൽ ആനിമൽസ്. ഏരിയൽ ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഫ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പറക്കുന്ന ആനിമൽസാണ്. നമുക്ക് ബേഡ്സൊക്കെ ഇതിനകത്ത് പെടുത്താം. കാരണം അവയുടെ കൂടുതൽ സമയം അവ സ്പെൻഡ് ചെയ്യുന്നത് എയറിലാണ് അല്ലേ. സോ ദീസ് ആർ കോൾഡ് ഏരിയൽ ആനിമൽസ്. മോസ്റ്റ് ബേർഡ്സ് ആർ ഏരിയൽ ആനിമൽസ്. ഓക്കെ. ആനിമൽസ് ദാറ്റ് ഫ്ലൈ ആൻഡ് സ്പെൻഡ് എ ലോങ് പാർട്ട് ഓഫ് ദെയർ ലൈഫ്സ് ഇൻ എയർ ആർ കോൾഡ് ഏരിയൽ ആനിമൽസ്. എക്സാമ്പിൾ ബേർഡ്സ് നോക്കാം. ബേർഡ്സ് ഹാവ് ഹോളോ ബോൺസ്. ദിസ് എൻഷുവേഴ്സ് ദാറ്റ് ദേ ഹാവ് എ ലൈറ്റ് ബോഡി. അതായത് നിങ്ങൾക്കറിയാം ബേർഡ്സിന് എന്താണ് ഫ്ലൈ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? അതിൻ്റെ ബോൺസ് ഹോളോയാണ്. അതിൻ്റെ ശരീരത്തിനുള്ളിലുള്ള അസ്ഥികൾ ഹോളോയാണ്. ഓക്കെ. അതുകൊണ്ടാണ് അതിന് വെയിറ്റ് കുറവായതും ശരീരം ലൈറ്റാണ്. അതുകൊണ്ട് അതിന് പറക്കാൻ പറ്റും. ദേ ഹാവ് ഓൺലി വൺ പെയർ ഓഫ് ലെഗ്സ്. അതിന് ഒരു പെയർ ലെഗ്സേ ഉള്ളൂ ബേർഡ്സിന്. The other pair is converted into wings that help them in flying. അതായത് അതിന് ഒരു പെയർ ഓഫ് ലെഗ്സോ ഉള്ളെങ്കിൽ മറ്റൊരു പെയർ ഓഫ് ലെഗ്സ് ആണ് അതിൻ്റെ വിങ്സ് ആയിട്ട്, ചിറകുകളായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. ദ വിങ്സ് ആർ കവേർഡ് വിത്ത് ലൈറ്റ് ഫെതേഴ്സ്. അതുപോലെ ഇതിൻ്റെ ചിറകുകളിൽ എന്തുണ്ട്? ഫെതേഴ്സ്, തൂവലുകളുണ്ട് അല്ലേ. അതുകൊണ്ട് ബേർഡ്സിന് ഫ്ലൈ ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ബേർഡ്സ്. അതുപോലെ മോസ്റ്റ് ബേർഡ്സ് ഹാവ് കീൻ ഐസൈറ്റ്. അതായത് അവയ്ക്ക് നല്ല സൂക്ഷ്മമായിട്ടുള്ള കാഴ്ചശക്തിയാണുള്ള ബേർഡ്സിന്. പിന്നെ ദ ബേർഡ്സ് ഹാവ് എയർ സാക്സ് ദാറ്റ് ആർ കണക്റ്റഡ് ടു ലങ്സ്. അതായത് ഇതിൻ്റെ ശരീരത്തിൽ എയർ സാക്കുണ്ട്, അത് അതിൻ്റെ ലങ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദീസ് ത്രോ ഇൻ എക്സ്ട്രാ ഓക്സിജൻ ടു ഗെറ്റ് മോർ എനർജി. ബേർഡ്സ് നീഡ് മോർ എനർജി ടു ഫ്ലൈ. അതായത് ഇതിൻ്റെ എയർ സാക്കുമായിട്ട് ഇതിൻ്റെ ലങ്സ് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിന് ദീസ് ത്രോ ഇൻ എക്സ്ട്രാ ഓക്സിജൻ ടു ഗെറ്റ് മോർ എനർജി. ഇതിന് എക്സ്ട്രാ ഓക്സിജൻ കിട്ടും, അതുകൊണ്ട് ഇതിന് എനർജി കൂടുതൽ കിട്ടും. ഓക്കെ. ഈ എനർജി ഉപയോഗിച്ചാണ് ഇത് ഫ്ലൈ ചെയ്യുന്നത്. ഓക്കെ. സോ ദീസ് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ബേർഡ്സ്. സോ അഡാപ്റ്റേഷൻസ് ഓഫ് ഏരിയൽ ആനിമൽസ്. So this much for today. You study well. We will meet in the next class. Thank you.